ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സെനോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കഴുത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരി അരച്ചെടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. ഞാനിവിടെ ഈ കഴുത്തപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് നിറയെ ചോറിട്ട് എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് മുഴുവനായിട്ട് എടുത്തിട്ടില്ല. ഇതിലേക്ക് ഒരു കപ്പ് തന്നെ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ ഒക്കെ ആയ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു കപ്പിലേറെ വെള്ളം ചേർത്ത് കൊടുത്ത് നമ്മളൊന്ന് മിക്സാക്കി എടുക്കണം. ഓരോ അരിപ്പൊടിക്ക് അനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ സമയത്ത് നമ്മൾ ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കരുത്. നമ്മളിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാണ്ട്, അപ്പോൾ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റായിട്ട് ഒട്ടും തരിയില്ലാതെ വേണം അടിച്ചെടുക്കാൻ. ഇപ്പോൾ ഇതാ ഞാനിവിടെ അരിയും ചോറൊക്കെ നല്ല പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കൽത്തപ്പത്തിൻ്റെ മാവ് നമ്മൾ ഓൾറെഡി നല്ല ലൂസായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ ഒരു 3 ശർക്കര കുറച്ച് വെള്ളം ചേർത്ത് നല്ല പോലെ തന്നെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇത് തരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോട് കൂടി തന്നെയാണ് ഞാനിവിടെ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. നമ്മൾ ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയൊന്നും ചെയ്യില്ല. അപ്പോൾ നല്ല ചൂടിൽ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴുത്തപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഞാനിവിടെ അരിയും ചോറൊക്കെ അരച്ചെടുത്ത സമയത്ത് ഒരു 2 ഏലക്കായ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ മിസ്സായി പോയതാണ്. ഇപ്പോൾ ഇതാ ഞാനിതൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു പിഞ്ച് ഉപ്പും അതുപോലെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ കറുത്ത വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് കഴുത്തപ്പം റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഈ കഴുത്തപ്പം കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത്. കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം എണ്ണയിലിട്ട് തേങ്ങാക്കൊത്തൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തേങ്ങാക്കൊത്തൊക്കെ ജസ്റ്റ് ഒന്ന് മൂത്തിന് ശേഷം ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിയൊന്നും കരിയാതെ കിട്ടും. അപ്പോൾ ഇത് ഞാനിവിടെ ഉള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നല്ല പോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഉള്ളിയും തേങ്ങയൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. നല്ല പോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റാം. ഞാനിവിടെ ഇതിൽ നിന്ന് ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ഉള്ളിയും തേങ്ങയൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഞാൻ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. നമ്മൾ ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു സൈഡിലേക്കായിട്ട് പോകും തേങ്ങയും ഉള്ളിയൊക്കെ. അപ്പോൾ ഞാനിവിടെ ഇത് എടുത്ത് മാറ്റിയതിന് ശേഷം മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് അത്യാവശ്യം നല്ല ലൂസായിട്ടുള്ള മാവാണ്. അപ്പോൾ ഇതാ ഞാനിത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കഴുത്തപ്പത്തിന് നമ്മളെപ്പോൾ മാവ് റെഡിയാക്കി എടുക്കുമ്പോഴും കുറച്ചധികം ലൂസായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ആരൊക്കെ എടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കഴുത്തപ്പം തന്നെ നമുക്ക് റെഡിയായി കിട്ടും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയൊക്കെ മൂപ്പിച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കണമെന്നില്ല, അത് ഓപ്ഷനിലാണ്. ഞാനിവിടെ മുകളിലേക്ക് കുറച്ചുകൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തെടുത്തതാണ്. കുക്കറിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലായിരിക്കും. പിന്നീട് ഒരു 5 മിനിറ്റ് സമയത്തിന് ശേഷം അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. പിന്നെ ഒരു 10 മിനിറ്റ് സമയമാകുമ്പോഴേക്കും നമ്മുടെ കഴുത്തപ്പൊക്കെ ഇവിടെ റെഡിയായി വരും. ഇപ്പോൾ ഇതാ നമ്മുടെ കഴുത്തപ്പൊക്കെ ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിടാം. എന്നിട്ട് നല്ലപോലെ ചൂടാറി വന്നതിന് ശേഷം നമ്മൾ കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കഴുത്തപ്പം തന്നെ കിട്ടും. ഇപ്പോൾ ഇതാ നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന കഴുത്തപ്പമാണ്. നല്ല ടേസ്റ്റുമാണ്. അതുപോലെ കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് 4 മണി സമയത്തൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ കഴുത്തപ്പം റെഡിയാക്കി നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.